ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ട്രിപ്പിന് പോയതാണ്. ഞങ്ങളൊരു ഇൻഡോർ വാട്ടർ പാർക്കിൽ പോയായിരുന്നു. നമുക്ക് വിൻ്ററിൽ ഇങ്ങനെ ഔട്ട്സൈഡുള്ള കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇൻഡോർ വാട്ടർ പാർക്കിൽ പോയത്. അപ്പോൾ നൈറ്റ് ഓഫിൻ്റെ അന്നാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നൈറ്റിന് കഴിഞ്ഞ് വന്ന് ഒന്ന് കിടന്നുറങ്ങി ഒരു 12 മണിയൊക്കെയാണ് ഇപ്പോൾ എണിച്ച് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് പോകാൻ നോക്കിയപ്പോഴാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം കിടക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സ്നോ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ കുറച്ചൊന്ന് ക്ലീൻ ആക്കിയായിരുന്നു നമുക്ക് വണ്ടി എടുത്ത് ഇറങ്ങാനായിട്ടുള്ളത്. പക്ഷേ വീണ്ടും ഒന്ന് കിടന്നെണിച്ചപ്പോഴേക്കും ഒരു 3 മണിക്കൂറും കൊണ്ട് വീണ്ടും അവിടെ ഫുള്ള് നിറഞ്ഞു. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ ഇത് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്യണം, അതുകൂടാതെ നമ്മുടെ ഡ്രൈവേ ക്ലീൻ ചെയ്യണം, പിന്നെ ആൾക്കാർക്ക് നടക്കാനുള്ള ഫുട്പാത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളതും ക്ലീൻ ചെയ്തിട്ടിട്ട് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വക നമുക്ക് ഫൈൻ കിട്ടും ഫുട്പാത്ത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ. അത് ഓരോ വീടിൻ്റെ ഫ്രണ്ടിലെയും ഫുട്പാത്ത് ആ വീട്ടുകാർ തന്നെയാണ് അത് ക്ലീൻ ചെയ്തിടേണ്ടത്. പിന്നെ റോട്ടിൽ മഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ വെഹിക്കിൾ വന്നിട്ട് അത് മാറ്റിയിട്ടിട്ട് പോയിക്കോളും. അപ്പോൾ നമ്മൾ വണ്ടിയുടെ പുറകിലും ആ സൈഡുകളിലും പിന്നെ വണ്ടിയുടെ മീതെയൊക്കെയുള്ള മഞ്ഞാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം മഞ്ഞ് കുറച്ച് കൂടുതലാണ് എല്ലാ വർഷത്തേക്കാളും. അപ്പോൾ അത്യാവശ്യം നമ്മൾ നമ്മുടെ ഈ ഗാർഡൻ്റെ സൈറ്റൊക്കെ നമ്മൾ ഫുള്ള് കവേർഡായിട്ടുണ്ട്. പിന്നെ മഞ്ഞ് കോരിയിട്ട് ഓൾമോസ്റ്റ് അത് നമ്മുടെ മുട്ടിൻ്റെ അടുത്ത് അത്രം എത്താറായിട്ടുണ്ട് ഇപ്പോൾ മഞ്ഞ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാറിയാണ് ക്ലീൻ ചെയ്യുന്നത്. കാരണം നല്ല ഹെവി ആയിട്ടുള്ളൊരു പണിയാണ് ഈ മഞ്ഞ് കോരി മാറ്റുക എന്ന് പറയുന്നത്. അത് കുറച്ച് ഞാൻ കോരി മാറ്റി, പിന്നെ ആണെങ്കിൽ ഹസ്ബൻഡ് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞിൻ്റെ അടിഭാഗത്താണെങ്കിൽ ഐസാണ്. ഇതിന് മുന്നേ പെയ്ത മഞ്ഞ് കട്ട പിടിച്ചിട്ട് ഐസായി കിടന്നുകൊണ്ടിരിക്കുകയാണ്. ടെമ്പറേച്ചർ അതേ പിന്നെ നമുക്ക് പ്ലസ് ആയിട്ട് കിട്ടിയിട്ടില്ല, ഫുള്ള് വന്നേക്കുന്നത് മൈനസ് തന്നെയാണ്. അപ്പോൾ ഇതിന് മുന്നേ കിടന്ന നമ്മുടെ മഞ്ഞ് മൊത്തം ഐസായിരുന്നു. നിങ്ങളിതിന് മുന്നത്തെ എൻ്റെ വണ്ടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, വണ്ടി ഫുള്ള് ഐസ് പിടിച്ച് കിടന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ തറ കിടക്കുന്നത്. നമ്മുടെ റോഡിൻ്റെ ഭാഗമെല്ലാം ഡ്രൈവേ ഒക്കെ കിടക്കുന്നത് ഐസ് പോലെ തന്നെയാണ്. അപ്പോൾ ഐസിൻ്റെ മേളിൽ കിടക്കുന്ന മഞ്ഞ് മാത്രമാണ് നമുക്ക് കോരി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ആ താഴ്ഭാഗം ഇപ്പോഴും ആ തണുപ്പിൻ്റെ അവസ്ഥ ആയതുകൊണ്ട് മഞ്ഞ് പിടിച്ച് തന്നെ കിടക്കുക, മഞ്ഞല്ല ഐസ് പിടിച്ച് തന്നെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളിതേ നിങ്ങൾക്ക് അപ്പുറത്തെ ഡ്രൈവേ കണ്ടറിയാം, കുറച്ചൊക്കെ അവർ മാറ്റിയിട്ടേക്കുന്നത്. അതേപോലെ നമുക്കും മാറ്റണം. എൻ്റെ വണ്ടിയുടെ ഭാഗം ഞങ്ങളധികം മാറ്റുന്നില്ല, കാരണം എൻ്റെ വണ്ടി എടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻഡോർ വാട്ടർ പാർക്കിലാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഹോട്ടൽ ബുക്ക് ചെയ്യണം നമുക്ക്. അപ്പോൾ ആ വാട്ടർ തീം പാർക്കിൻ്റെ അണ്ടറിൽ ഒരു 5-6 ഹോട്ടലിന് ടൈപ്പ് ഉണ്ട് ആ വാട്ടർ തീം പാർക്കായിട്ട്. അപ്പോൾ നമുക്കതിൽ ഇഷ്ടമുള്ള ഹോട്ടൽ നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വാട്ടർ തീം പാർക്കിൽ പോവാം. അവിടെ രാത്രി 8 മണി വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പിറ്റേ ദിവസം പോവാം അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്ത് പെട്ടിയൊക്കെ വണ്ടിയിലൊക്കെ കയറ്റിയിട്ട് നമ്മൾ പോകാനായിട്ട് റെഡി ആവാണ്. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉള്ള റോഡുകൾ ഇങ്ങനെയാണ് കേട്ടോ. അവിടെ അവർ ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമുക്ക് വണ്ടിയുടെ ഗ്ലാസ് ആണെങ്കിലും കുറച്ച് ഐസി ആയിട്ടാണ് ഇരിക്കുന്നത്, അതാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് ഹൈവേയിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ റോഡാണെങ്കിൽ കുറച്ചും കൂടെ ക്ലീനാണ്. ഹൈവേ എല്ലാം അവരെപ്പോഴും ക്ലീൻ ചെയ്തിടും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഹൈവേയിലോട്ട് കയറുന്ന ഒരു സെക്ഷനാണ്, ഇൻ്റർസെക്ഷനാണ് കാണുന്നത്. അപ്പോൾ ഹൈവേ കുറച്ചും കൂടെ നമുക്ക് റോഡൊക്കെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകുന്നത് നയാഗ്ര ഫോൾസിലോട്ടാണ്. നയാഗ്ര ഫോൾസിലുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. ഇത് നയാഗ്ര ഫോൾസിൻ്റെ ആ ഏരിയയിലുള്ള റോഡാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 3 മണിക്കായിരുന്നു ചെക്ക് ഇൻ ചെയ്യേണ്ടത്. 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ റൂം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ആ പാക്കേജിൻ്റെ അകത്ത് 4 പേർക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2 പേരെ എക്സ്ട്രാ എടുത്തിട്ട്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു വലിയ റൂമായിരുന്നു. നമ്മുടെ റൂം കിട്ടിയത് 4 മണിക്കാണ്. അപ്പോൾ നമുക്ക് റൂം കാണാം. അപ്പോൾ റൂമിൻ്റെ വാതിൽ തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ഇവിടെ 2 ബെഡുണ്ട്. 2 ക്യൂൻ സൈസ് ബെഡാണ് ഈ കാണുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ബെഡും കൂടി ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 3 ക്യൂൻ സൈസ് ബെഡും പിന്നെ അത്യാവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. TV ഉണ്ട്, ഒരു ചെറിയൊരു കൗച്ചുണ്ട്, പിന്നെ ഒരു കോഫി ടേബിള്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ഇവിടുത്തെ ഹോട്ടലിലാണെങ്കിലും വീടുകളിലാണെങ്കിലും മെയിൻ പ്രത്യേകത എപ്പോഴും ഒരു ഡിം ലൈറ്റ് ആയിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ നല്ല ബ്രൈറ്റ് ലൈറ്റുകൾ കുറവാണ് ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. സോ ഇതൊരു ഫുൾ വാഷ്റൂമാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള വാഷ്റൂമാണ് കേട്ടോ. ടവൽസും സോപ്പും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു വാഷ്റൂമും. പിന്നെ നമുക്കുള്ളത് ഇവർ തന്നേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലൊരു വലിയൊരു മിററുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ജാക്കറ്റും കാര്യങ്ങളും തൂക്കിയിടാനുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ആണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്കൊരു കോഫി മേക്കറുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ഫ്രിഡ്ജുണ്ട്. അതിൻ്റെ അകത്തൊന്നുമില്ല, പക്ഷേ കോഫി പൗഡറും ടീ പൗഡറും പാൽപ്പൊടിയും പിന്നെ ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഇങ്ങനെ ഒരു ടേബിളുണ്ട്. ഇവിടെ നമ്മുടെ ഹീറ്റ് ഓണാക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ അപ്പുറത്ത് 2 സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് കേട്ടോ അത്. അപ്പോൾ റൂമിൽ ഞങ്ങൾക്ക് 2 പേർക്ക് ചോര ബെഡിൽ കിടക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു സംവിധാനമുള്ളൊരു ബെഡാണത്. പിന്നെ നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ റൂമിൽ. ഇത് നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് നമ്മുടെ വാട്ടർ തീം പാർക്കിലോട്ട് പോകുന്ന ഒരു വഴിയാണ്. നമ്മൾ ഈ ഇങ്ങനെ ഒരു പാലം പോലെ വെച്ചിട്ടുണ്ട്. അതുവഴി നടന്നു പോയി കഴിയുമ്പോഴാണ് നമുക്ക് പാർക്കിലെത്താൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കാഴ്ചകൾ കറക്റ്റായിട്ട് ഇപ്പോൾ കാണാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ മഞ്ഞ് കാരണം കൊണ്ട് അതിങ്ങനെ മങ്ങി നിൽക്കുക. അപ്പോൾ ഇതാണ് ആ ഇൻഡോർ വാട്ടർ തീം പാർക്ക്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതിൽ നമ്മൾ വലിയവർക്ക് കളിക്കാൻ പറ്റുന്ന സെക്ഷനുണ്ട്, ചെറിയ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന സെക്ഷനുണ്ട്. ഇത് അതിൻ്റെ ഒരു പൂൾ ഏരിയയാണ്. അപ്പോൾ അതിലുള്ള വെള്ളമാണെങ്കിലും അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിനും ബ്ലീച്ചൊക്കെ ഉള്ള കാരണം നന്നായിട്ട് നമുക്ക് കയറുമ്പോൾ ഒരു കണ്ണിനൊക്കെ ഒരു പുകച്ചിൽ വരും. പിന്നെ കുറച്ച് നേരം നിന്നേ മറുതായിട്ട് അഡ്ജസ്റ്റ് ആവും. പിന്നെ അവിടെയുള്ള റൈഡുകളൊക്കെയാണ് ഈ കാണുന്നത് നിങ്ങൾ. ബോഡി സ്ലൈഡറുണ്ട്, പിന്നെ ഷീറ്റ് വെച്ച് പോകുന്ന സ്ലൈഡിങ് ഉണ്ട്, പിന്നെ ട്യൂബ് സ്ലൈഡറും ഉണ്ട്. അപ്പോൾ ഈ സൈഡ് അത്യാവശ്യം നമ്മൾ അവിടെ ഹൈറ്റ് മെഷർമെൻറ്റ് വെച്ചിട്ട് 42 ഇഞ്ചസിന് മേളുള്ളവർക്ക് മാത്രമാണ് ഇതിനകത്ത് ഈ റൈഡുകളിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ ഞാൻ ആളില്ലാത്ത സൈഡ് നോക്കി വീഡിയോ എടുത്തതാണ്. ഈ ചെറിയൊരു ഹട്ടിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു $10 കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പൊതുവായ സ്ഥലത്തിരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ മേളിൽ കാണുന്നത് ഡ്രൈ ആയിട്ടുള്ള സ്ലൈഡുകളാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിറങ്ങി നനയുന്നതിനേക്കാളും മുന്നൊക്കെ നമുക്ക് വന്നിട്ട് ആ സ്ലൈഡുകളിൽ കയറാൻ പറ്റും. ഇത് ചെറിയ പിള്ളേരുടെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 42 ഇഞ്ചിന് മുകളിൽ പൊക്കമുള്ളവർക്കാണ് അപ്പുറത്തെ വലിയ സ്ലൈഡുകളിൽ കയറാൻ പറ്റുന്നത്. ഇത് അതിലും താഴെയുള്ള ചെറിയ പിള്ളേർക്ക് കളിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു ഏരിയയാണ് അത് കാണുന്നത്. പിന്നെ ആ ബോഡി സ്ലൈഡുകൾ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. അത് കുറച്ചും കൂടെ സ്പീഡുമാണ് ആ ബോഡി സ്ലൈഡുകളിൽ കയറിയിട്ട് നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ സ്ഥലം നയഗ്ര ഫോൾസിലാണ്. ഞങ്ങളാണെങ്കിൽ സ്കൈലൈൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കി കാണാൻ പറ്റും ട്യൂബ്സൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ നിൽക്കുന്നത്. ഇത് കാണുന്നത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഞാൻ രാവിലെ എടുത്ത വീഡിയോ ആണ്. രാവിലെ നമ്മൾ അതിൻ്റെ നടുക്കന്നെ റൂമുകൾ ചുറ്റുമായിട്ട് നടുക്ക് ഇങ്ങനെ ചെറിയൊരു നമുക്ക് ഈ നടുമുറ്റം എന്നൊക്കെ പറഞ്ഞ മാതിരി ഇരിക്കാനൊക്കെ ഒരു ഏരിയ അവർ ചെയ്തിട്ടുണ്ട്. തലേ ദിവസം രാത്രി അവിടെ ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിലും നമുക്ക് ചൂടാണ് കേട്ടോ, തണുപ്പൊന്നും ഫീൽ ചെയ്യത്തില്ല. ഇത് പകൽ ഞങ്ങൾ വാട്ടർ തീം പാർക്കിലോട്ട് തിരിച്ചു പോകുന്നൊരു സമയമാണ്. അപ്പോൾ കുറച്ചുകൂടെ കാണാനായിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഇതും സ്കൈലോൺ ടവറും പിന്നെ ആണെങ്കിൽ നമ്മുടെ ജയൻറ്റ് വീൽ അതിപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. അത് വിൻ്റർ ആണെങ്കിലും അത് വർക്കിംഗ് ആണ്. അത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡൊക്കെ അത്യാവശ്യം നന്നായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേരാണ് കണ്ടത്, സ്കൈലൈൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്കിവിടെ കസിനോ കാണാൻ പറ്റും. ഈ കാണുന്ന കസിനോ ആണ്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് കസിനോ ഉള്ളത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ വന്നിട്ട് തലേ ദിവസം രാത്രി നമ്മൾ 8 മണി വരെ ഇവിടെ കളിച്ചിരുന്നു. അത് കഴിഞ്ഞ് റൂമിൽ പോയി ഫുഡ് കഴിച്ച് കുറച്ച് നേരം വർത്തനൊക്കെ പറഞ്ഞ് എന്നിട്ട് കിടന്നുറങ്ങുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾക്ക് 11 മണിക്ക് റൂം ചെക്കൗട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ 11 മണിക്ക് റൂം ചെക്കൗട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടിയെല്ലാം കൊണ്ട് വണ്ടി വെച്ചതിന് ശേഷമാണ് തിരിച്ചിതിൽ വന്ന് കയറുന്നത്. നമ്മൾ ജസ്റ്റ് ഉണങ്ങിയ നമുക്ക് ഇത് കഴിഞ്ഞ് കളി കഴിഞ്ഞിട്ട് മാറാനുള്ള ഡ്രസ്സ് ടവലും കൈ പിടിച്ചിട്ട് വന്നു. ബാക്കിയെല്ലാം വണ്ടിക്കകത്ത് തന്നെ വെച്ചു. അത് കഴിഞ്ഞ് അവരിതേ കുഞ്ഞാറ്റയും കുഞ്ഞിച്ചക്കനും കൂടെ ഈ ചെറിയ പിള്ളേരുടെ സ്ഥലത്താണ് കളിക്കുന്നത്. എയ്ഡൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പിന്നെ എല്ലാ സ്ഥലത്തിലും കയറി നടക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഇവരുടെ കൂടെ നമ്മൾ പാരൻസ് ആരെങ്കിലും ഒരാൾ എപ്പോഴും വേണം. ചെറിയ പിള്ളേരുടെ വന്നാൽ മാത്രമാണ് ഇവർ ഇതിനകത്തൊക്കെ അലോ ചെയ്യത്തുള്ളൂ. സ്പെഷ്യലായിട്ട് നമ്മുടെ പൂൾ ഏരിയയിൽ കുറച്ച് നമ്മൾ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അത്യാവശ്യം ആഴം വരുന്നുണ്ട്. നമ്മുടെയൊക്കെ വലിയ ആൾക്കാരുടെ കഴുത്തിൻ്റെ അത്രയും വെള്ളമുണ്ട്. അപ്പോൾ പൂളിലെല്ലാം പിള്ളേർക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ പാരൻസ് ആരെങ്കിലും പിള്ളേരുടെ കൂടെ വെള്ളത്തിൽ ഇറങ്ങണം. നമ്മൾ വെളിയിൽ നിന്നാൽ പോരാ, വെള്ളത്തിൽ പിള്ളേരുടെ ഒപ്പം ഇറങ്ങുക തന്നെ വേണം. അതിൻ്റെ ചുറ്റും നമ്മുടെ സേഫ് ഗാർഡ് പോലെ കുറച്ച് ആൾക്കാരൊക്കെ ആ പൂളിൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ടാവും. അപ്പോൾ രാവിലത്തെ ഉള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഈ സ്ഥലത്ത് തന്നെ നമുക്ക് വാഷ്റൂമും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള വലിയ ഏരിയ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ എന്താണ് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 6 പേർക്ക് താമസവും പിന്നെ ഈ ബീച്ചല്ല പാർക്കിലിറങ്ങാനുള്ള എല്ലാനും കൂടെ നമുക്ക് വന്നത് $650 വന്നത്. അത് കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ നമുക്ക് വിൻ്ററിൽ ഇപ്പോൾ നിങ്ങൾ മഞ്ഞിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ, വിൻ്ററിൽ നമുക്ക് പുറത്തെങ്ങും പോയി ഒന്നും ചെയ്യാനുള്ള അവസരം ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഇൻഡോറിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവർക്ക് ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് റെഡിയാക്കാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ സമയത്ത്. പിന്നെ ആ ആഴ്ചയാണെങ്കിൽ ഫാമിലി ഡേ ആയിരുന്നത് കൊണ്ട് നമുക്ക് ഫ്രൈഡേ തൊട്ട് അവധിയായിരുന്നു. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ അങ്ങനെ 4 ദിവസം അവധിയായിരുന്നു. അപ്പോൾ അവർക്കാണെങ്കിൽ വീട്ടിലിരുന്ന് വല്ലാതെ ബോറടിക്കുകയും ചെയ്യും. മറ്റേതാണെങ്കിൽ സ്കൂളിൽ പോകണമെന്ന് അത്രയും പ്രശ്നം ഉണ്ടാവില്ല, 2 ദിവസം അവധിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.